നമ്മൾ സുഭാഷിതം ഡിജിറ്റൽ ചാനൽ എത്ര റീച്ചാകും, എത്ര പേർ കാണും, അല്ലെങ്കിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകും, ഇതൊന്നും പരിഗണിക്കാതെ അതിനുമപ്പുറം സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ഏറ്റെടുക്കാറുണ്ട്. അത് നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വിഷയമായാലും പാചക തൊഴിലാളികളുടെ വിഷയമായാലും ആശാ വർക്കേഴ്സിൻ്റെ വിഷയത്തിലൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്തു. ആശാ വർക്കേഴ്സിൻ്റെ സമരവുമായി ബന്ധപ്പെട്ട്. കാരണം നമ്മുടെ നാട് നേരിടുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു ശരാശരി ചാനലുകാരൊന്നും ഇതൊന്നും സൂചിപ്പിക്കുന്നില്ല, എടുത്തു പറയുന്നില്ല. പക്ഷെ നമുക്ക് ചർച്ച ചെയ്യാതെ ഒരു പൊതുസമൂഹം എന്നുള്ള നിലയിൽ നമുക്ക് മുന്നോട്ട് പോകുന്നതിൽ ഒരു ജനാധിപത്യ വിരുദ്ധതയുണ്ട്, ഒരു സാംസ്കാരിക വിരുദ്ധതയുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഇതാ പുതിയൊരു വിഷയം കൂടി എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. നിരവധി കർഷകരാണ് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സാർ, ഒരുപാട് വിഷയങ്ങളിൽ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ, ഈ ഒരു വിഷയത്തിൽ കൂടി ചെയ്യണം. വിഷയം മറ്റൊന്നുമല്ല, കാട്ടുപന്നികൾ നാട്ടിലേക്ക് ഇറങ്ങി വളരെ വ്യാപകമായ തോതിലാണ് കൃഷി നശിപ്പിക്കുന്നത്. ചേന നടാൻ പറ്റുന്നില്ല, ചേമ്പ് നടാൻ പറ്റുന്നില്ല, കപ്പ നടാൻ പറ്റുന്നില്ല, വാഴ നടാൻ പറ്റുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കൂ, പഴയ കാലത്ത് പന്നി എന്നൊക്കെ പറയുന്നത് ഇറങ്ങുന്നത് കാട്ടിനടുത്തുള്ള സ്ഥലങ്ങളിലായിരുന്നു. വന്യമൃഗമെന്ന്, കാട്ടിൽ താമസിക്കുന്ന മൃഗം എന്നുള്ള നിലയിൽ കാട്ടുപന്നികൾ ഇറങ്ങുന്നത് കാടിനടുത്തുള്ള സ്ഥലങ്ങളിലായിരുന്നു. ഇന്നിപ്പോൾ വെഞ്ഞാറമൂടിലും പോത്തങ്കോടും ആറ്റിങ്ങലും കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ, വളരെ നഗരവൽക്കരിക്കപ്പെടുന്ന സ്ഥലങ്ങളിലുള്ള കൃഷികളിൽ പോലും രാത്രി കാട്ടുപന്നി ഇറങ്ങുകയും വളരെ വ്യാപകമായ രീതിയിൽ കൃഷി നശിപ്പിക്കുകയും ചെയ്യുകയാണ്. തിരുവനന്തപുരം ജില്ലയിലും കേരളത്തിലെ മലയോര ഗ്രാമങ്ങളിലുമൊക്കെ നേരത്തെ ഉണ്ട്. നന്ദിയോട്, പാലോട് ഒക്കെ പറയുന്ന തിരുവനന്തപുരം ജില്ലയിലെ മലയോര ഗ്രാമങ്ങൾ, അതുപോലെ തന്നെ അഗസ്ത്യ മലയുടെ താഴ്വരയുള്ള പ്രദേശങ്ങൾ, വടക്കോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലായിടത്തും, കോട്ടയം, എറണാകുളം, ഇടുക്കി, ഏത് ജില്ല എടുത്താലും മലയോര ഗ്രാമങ്ങളിൽ കാട്ടുപന്നി ഇറങ്ങുകയും നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മലയോരം വിട്ട്, മലനാട് വിട്ട്, ഇടനാട് വിട്ട് തീരങ്ങൾ വരെ എത്തുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഏത് കൃഷിയിടത്തിലും കാട്ടുപന്നി ഇറങ്ങി വ്യാപകമായി നശിപ്പിക്കുന്നുണ്ട്. ഇതിനെതിരെ ശക്തമായ നടപടികൾ പറയുന്നുണ്ടെങ്കിലും വേണ്ടത്ര മുന്നോട്ട് പോകുന്നില്ല. അതിനെ കൊല്ലാമെന്ന് പറയുന്നു, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് അനുവാദം കൊടുത്തിരിക്കുന്നു, പിന്നെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഇത് ഇപ്പോഴും കർഷകർ അനുഭവിക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണ്. നമ്മുടെ നാട്ടിൽ ഒരു വശത്ത് കൃഷി ചെയ്യാൻ പറയുന്നു, അതിന് വേണ്ടിയിട്ട് കുറേ ഉഡായിപ്പ് പദ്ധതികളാണ്. ഇതൊന്നും കർഷകരെടുത്തിട്ടില്ല. ഓണത്തിനൊരു മുറം പച്ചക്കറി, ടെറസ് കൃഷി, ഇങ്ങനെ ഒരുപാട് തട്ടിപ്പ്, അല്ലെങ്കിൽ തട്ടിപ്പെന്ന് ഞാൻ പറയുന്നില്ല, ഒരു ഫാൻസി ഉഡായിപ്പുകളാണ്, അങ്ങനെ പറയാം നമുക്ക്. അതൊന്നും മാറ്റി വെച്ചിട്ട് യഥാർത്ഥത്തിൽ കൃഷി ചെയ്യുന്ന കർഷകർ ഇവിടെ ഒരുപാട് പേരുണ്ട്. മനോഹരമായി നെൽകൃഷി ചെയ്യുന്നവരുണ്ട്, മനോഹരമായി പച്ചക്കറി കൃഷി ചെയ്യുന്നവരുണ്ട്, കപ്പ കൃഷി ചെയ്യുന്നവരുണ്ട്, വാഴ കൃഷി ചെയ്യുന്നവരുണ്ട്, മനോഹരമായി എല്ലാം കൃഷി ചെയ്യുന്നവരുണ്ട്. ആ യഥാർത്ഥ കർഷകരെ പ്രസാദ് ഒന്ന് വിളിച്ചു കൂട്ടണം, യഥാർത്ഥ കർഷകരെ വിളിക്കണം. അല്ലാതെ ഓരോ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ CPIയുടെ കയ്യിൽ കൃഷിഭവൻ ഇരിക്കുന്നത് കൊണ്ട് കൃഷിഭവനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആളുകളെല്ലാം CPIക്കാരായിക്കോട്ടെ, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഈ പാർട്ടിക്ക് ഭരണം വരുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. കൃഷിഭവനിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് CPIയുടെ പ്രാദേശിക നേതാക്കളായിരിക്കും. ഞാൻ ഒരു ഉദാഹരണം പറയാം. വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പഞ്ചായത്തിൽ, സ്ഥലം ചോദിക്കരുത്, ഒരു പഞ്ചായത്തിൽ പലവ്യഞ്ജനക്കടയിൽ നിൽക്കുന്ന, ഈ സാധനങ്ങൾ കെട്ടിക്കൊടുക്കാൻ നിൽക്കുന്ന CPIയുടെ ഒരു സാധാരണ മെമ്പറാണ് അവിടുത്തെ കർഷക സമിതിയുടെ കൃഷിഭവനിലുള്ളത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് വീട്ടിൽ അയാൾ കൃഷി ചെയ്തിട്ടില്ല, ജീവിതത്തിൽ കൃഷി ചെയ്യാൻ അദ്ദേഹത്തിന് സ്ഥലമില്ല, കൃഷി ചെയ്തിട്ടില്ല. കൃഷി എന്താണെന്ന്, മഞ്ഞളാണോ മാങ്ങത്തൊലിയാണോ എന്ന് അദ്ദേഹത്തിന് അറിയില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഒരു സ്ലിപ്പ് വാങ്ങിച്ചുകൊണ്ട് കൊടുത്താലേ കൃഷി ഓഫീസർ, അനൗപചാരികമായിട്ട് വാങ്ങിച്ചുകൊണ്ട് കൊടുത്താലേ കൃഷി ഓഫീസർ ഈ ആനുകൂല്യം കൊടുക്കുകയുള്ളൂ. ഇങ്ങനെ വ്യാപകമായി വെച്ചിട്ടുണ്ട്. ഈ നോമിനേഷൻ വെച്ചിട്ടുണ്ട്. സ്കൂൾ ഒരാളിന്, PTA ഒരാളിന്, പിന്നെ CPMന് PTA ആണെങ്കിൽ പ്രാദേശിക തലത്തിൽ PTAയുടെ പ്രസിഡന്റ് CPM ആണ് പിടിച്ചെടുക്കേണ്ടതെങ്കിൽ അമ്പല കമ്മിറ്റി പിടിച്ചെടുക്കേണ്ടത് ആരാണെന്ന് നോക്കി ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ പാടശേഖര സമിതി, കാർഷിക സമിതി, ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വളരെ മോശമാണ്. ഇത് മാറ്റി യഥാർത്ഥ കർഷകരെ, കൃഷി ചെയ്യുന്ന യഥാർത്ഥ കർഷകരെ വിളിച്ചുകൂട്ടി അതിൻ്റെ ലിസ്റ്റ് എടുക്കണം. കൃത്യമായൊരു മൊബൈൽ ആപ്പോ എന്തെങ്കിലുമൊക്കെ വെച്ച് അതിൻ്റെ ലിസ്റ്റ് എടുത്ത് അവരെ വിളിച്ചുകൂട്ടി അവരുമായി ഈ വിഷയം സംസാരിക്കണം. ഇതിന് വനം വകുപ്പിന് വലിയ പങ്കുണ്ട്. കാട്ടുപന്നി, കാരണം കാട്ടിലെ പന്നിയാണ് കൂടുതൽ. അപ്പോൾ നമ്മുടെ ശശീന്ദ്രൻ മിനിസ്റ്റർക്ക് വലിയ പങ്കുണ്ട്, പ്രസാദ് മിനിസ്റ്റർക്കും വലിയ പങ്കുണ്ട്. അപ്പോൾ അങ്ങനെ 2 മിനിസ്റ്റർമാരുള്ളത് കൊണ്ട് ചിലപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ഇടപെടൽ വേണ്ടിവരും. അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി, അതിന് താഴെയുള്ള ചീഫ് സെക്രട്ടറി, കൃഷി വകുപ്പ് സെക്രട്ടറിയെയും വനം വകുപ്പ് സെക്രട്ടറിയെയും ഒന്നിച്ചൊരു കോർഡിനേഷൻ വിളിച്ചുകൂട്ടി ഈ വിഷയം ഗൗരവമായി സംസ്ഥാനത്ത് ചർച്ച ചെയ്യണം. ഞാനീ പറഞ്ഞത് വ്യാപകമായ തോതിലാണ് പന്നി ഇറങ്ങി കൃഷികൾ നശിപ്പിക്കുന്നത്. ഒരു കായ്പനികളും നടാൻ വയ്യാത്ത രീതിയിൽ വാഴത്തോട്ടത്തിലും കരിമ്പിൻ തോട്ടം പോലെയുള്ള
ആന കയറി എന്ന് പറഞ്ഞതുപോലെ വ്യാപകമായ തോതിലാണ് പന്നി കൃഷി നശിപ്പിക്കുന്നത്. അത് കാട്ടുപന്നികളാണ്. പന്നി ശല്യം പിടിക്കാൻ പരിപാടി ഉണ്ടായേ കഴിയൂ എന്നുള്ളതാണ് കർഷകരുടെ ശബ്ദം.